അപ്പം നമ്മുടെ ഈ ക്യാരറ്റ് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ക്യാരറ്റൊക്കെ ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്തിരിക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിരിക്കണം. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിൽ 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ലിറ്റർ പാല്, പിന്നെ കാഷ്യൂനട്ട് റൈസിൻസ്, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കാഷ്യൂനട്ടും റൈസിൻസും വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് 1 ടീസ്പൂൺ, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച വെള്ളം വെച്ച് തന്നെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ക്യാരറ്റ് പായസം റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലും ക്യാരറ്റ് അരച്ചതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചൊവ്വരി ചേർത്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇനി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൊവ്വരിയൊക്കെ വേവിച്ചത് കൊണ്ട് തന്നെ കട്ട പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട്. ഇനി ക്യാരറ്റ് അരച്ച് ചേർക്കാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് മുഴുവനായിട്ടും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള മധുരത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് മധുരം തന്നെ ആയിരിക്കും. ഇനി ഇത്ര മധുരം വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതിയാകും. ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും വറുത്തിടാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്നങ്ങ് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇനി അതിലേക്ക് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പായസം തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. നല്ല തിക്കായിട്ടുള്ള പായസമാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു.